സ്നേഹത്തോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അച്ഛൻ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ നിങ്ങൾ അതിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ പീഡാനുഭവങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയണം: പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത് ഒരു വെളിപ്പെടുത്തൽ ആരാധനയാണ്. കാര്യം കർത്താവിൻ്റെ മുൾക്കിരീടവും ആ മുൾക്കിടം നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവിൻ്റെ തിരുനെറ്റിയിൽ ആഴ്ന്നിങ്ങനെ കിനിഞ്ഞിറങ്ങുന്ന കണ്ടിട്ട് ആണ് പരിശുദ്ധാത്മാവ് ഈ മേഖല ആരാധിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ മുൾക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിലത്ത് വീണ നിമിഷങ്ങളിൽ, ലോകത്തിൻ്റെ രക്ഷാർത്ഥമുള്ള കുരിശിൻ്റെ വഴികളിൽ കർത്താവ് നിലത്ത് വീണ നിമിഷങ്ങളിൽ ആ മുൾക്കിടം കർത്താവിൻ്റെ തിരുനെറ്റിയിൽ ആഴ്ന്നിറങ്ങുകയും കർത്താവിൻ്റെ മൂക്ക് ചതഞ്ഞു പോവുകയും മുഖം വിരൂപമാവുകയും ചെയ്ത ആ ദിവ്യമുഖത്തെ ഓർത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാം അനാദികാലം മുതൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ച അവിടുത്തെ നിരതദ്രവ്യമായ കരുതൽ കാരുണ്യമാണെന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യന് വേണ്ടി ഇത്രയും സഹിക്കേണ്ടി വരുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് അവൻ സൃഷ്ടിച്ചു. അതാണ് കർത്താവിൻ്റെ സ്നേഹം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇന്ന് ജയിക്കേണ്ടത് എൻ്റെ കർത്താവേ, നീ എന്നെ ജയിക്കുവാൻ വേണ്ടി നിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ശത്രുവിനോട് ക്ഷമിക്കുന്നു എന്ന് പറയാൻ ഈശോ ആഗ്രഹിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിന്നെ കൂടുതൽ ഉപരി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, നിനക്ക് പാപക്ഷമ നൽകുന്നതിന് വേണ്ടി ശത്രുവിനോട് ക്ഷമിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഇത് ഡിസംബറിൽ തുടങ്ങിയ വൈരാഗ്യമാണെന്ന് കർത്താവ് വേറെ ഒരു ദർശനത്തിന് വേണ്ടി നൽകുന്നുണ്ട്. ഇത് ഡിസംബറിൽ തുടങ്ങിയ വൈരാഗ്യമാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ പേഴ്സണാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ആ പെർട്ടിക്കുലർ പേഴ്സണാണ് ഇപ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ അനുതാപത്തിന് വേണ്ടി പാപക്ഷമ സ്വീകരിക്കേണ്ടത്, അനുതാപത്തിന് വേണ്ടി യാചിക്കേണ്ടത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ശബ്ദങ്ങളെ അരുളിച്ചെയ്ത നാഥാ, വെളിപ്പെടുത്തലിന് നന്ദി പറയുന്നു. ഈശോയെ അമർത്തക്ക് മാനസാന്തരം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും ദൈവതിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവരെന്ന് പറഞ്ഞു കൊള്ളുന്ന ഒരു വചനമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന വചനമാണ്. ഞാൻ ആരാധനയ്ക്കായി ഇങ്ങോട്ട് കയറുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വചനമാണ്: ദൈവ തിരുസന്നിധി ശരണം ഗമിക്കുന്നവർ. അതൊരു പ്രത്യേക വർഗം മനുഷ്യരാണ്. ദൈവ തിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവർ. വിശ്വാസിക്ക് വേറൊരു പേരാണത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാൻ ആ വചനങ്ങൾ ശരിക്കും എൻ്റെ മുറിയിലെ പ്രാർത്ഥന നിർഭരമായ ഒരു സമയമാണ് ചെലവഴിച്ചെങ്കിലും ഈ വചനം കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു, ദൈവ തിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവർ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ആ വചനം ഞാൻ നേരത്തെ പലകുറി കേട്ടിട്ടുള്ളതാണ്. പക്ഷേ കർത്താവ് ഇപ്പോഴെന്താണ് ഉദ്ദേശിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ വചനം അന്വേഷിച്ചിട്ട് നമ്പർ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ വന്ന് 11:6 നമ്പറുള്ളത്. ഹെബ്രായർ 11:6. ദൈവ തിരുസന്നിധിയിൽ പറഞ്ഞേ, ദൈവ തിരുസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കണം. ഇത് മനോഹരമാണ് ശരിക്കും പറഞ്ഞ. അതായത് മനുഷ്യനെ രണ്ടായിട്ട് തിരിക്കുക. എന്താണ് രണ്ട് ഭാഗം മനുഷ്യർ? ഒന്ന് ദൈവ തിരുസന്നിധി ശരണം ഗമിക്കുന്നവരും, രണ്ടാമത്തേത് എന്താണ്? ദൈവ തിരുസന്നിധി ശരണം ഗമിക്കാത്തവരും. പിടിയില്ലേ? വിശ്വാസികൾക്ക് ഒരു പുതിയ പേര് വന്നിരിക്കുക. ആരാണ് ഫെയ്ത്ത്ഫുൾ? ആരാണ് വിശ്വാസികളെ? ആരാണത്? എന്തിനും ഏതിനും ദൈവ തിരുസന്നിധി ശരണം ഗമിക്കുന്നവർ.
അവരെന്താണ് വിശ്വസിക്കേണ്ടത്? അവർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഒന്ന്. രണ്ടാമത്തെ എന്താ വിശ്വസിക്കേണ്ടവർ? തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വിശ്വാസിയുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? ഒന്ന്, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ 50% തീർന്നു. രണ്ടാമത് എന്താണ് അവർ വിശ്വസിക്കുന്നത്? ദൈവത്തെ ശരണപ്പെടുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ജീവിതം പലപ്പോഴും ദൈവതിരുസന്നിധിയിലുള്ള ഒരു ശരണപ്പെടലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഇതൊരു വലിയ ആനക്കാര്യമാണ് എൻ്റെത്. അങ്ങനെയല്ല, ഇത് വലിയ കാര്യം തന്നെയാണ്. എന്താ സംഭവിച്ചാൽ മനുഷ്യന്മാരുടെ സ്വഭാവം എന്താണെന്നറിയാവോ? അതായത് വിശ്വാസി എന്ന് പറഞ്ഞത് ആരാണ്? എപ്പോഴാണ് അവൻ അവിശ്വാസിയാകണത്? വിശ്വാസം എന്ന് പറഞ്ഞത് ആരാണ്? അതായത് ദൈവ തിരുസന്നിധിയിൽ ശരണം പ്രാപിക്കുന്ന ആളാണ്. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പം നിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നീ ഉറപ്പിച്ച് വെച്ചിരുന്ന വിവാഹം അത് എന്തോ സാങ്കേതിക തകരാറ് കൊണ്ട് അത് നടക്കാത്ത അവസ്ഥയായി, അല്ലെങ്കിൽ നിൻ്റെ ജോലി, അതല്ലെങ്കിൽ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവുകയായിരുന്നു, ഒരു 1.5 മാസം പ്രഗ്നൻസിയാണ്, പെട്ടെന്ന് അത് അബോർട്ടായിപ്പോയി. അപ്പോഴിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കും. അപ്പോഴിങ്ങനെ നടക്കുമ്പോഴേ ആണ് നമ്മൾ ആരാണെന്നറിയണത്. എന്താണ്? ദൈവ തിരുസന്നിധിയിലാണ് ശരണം ഗമിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു രസം ഉണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ, ഒരു സ്കൂളിൽ നിന്ന് നേരത്തെ ഇരുന്ന മാനേജറിൻ്റെ രൂപം എടുത്ത് അവിടെ നിന്ന് മാറ്റി. അപ്പോൾ കുറേ അധ്യാപകർ പറയുകയാണ്, ഈ നേരത്തെ ഉണ്ടായിരുന്ന മാനേജറിൻ്റെ ഫസ്റ്റ് രൂപം, മരിച്ചുപോയ മാനേജറിൻ്റെ ഫസ്റ്റ് രൂപം ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ടാണ് സ്കൂളിന് ഇടർച്ച ഉണ്ടായത്. ചിലർ പറയും അങ്ങനെയല്ല, അത് എടുത്ത് ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടർച്ച ഉണ്ടായത്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, വാട്ട് ഈസ് ഹാപ്പനിങ്? ഞാൻ പറഞ്ഞു, ലെറ്റ് us see and pray. ഈ വിഷയം നമുക്കൊന്ന് പരിശോധിച്ചിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതല്ല എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ അധ്യാപകരെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചത്. എന്താ കാര്യം? ഒരു സംഭവം ഉണ്ടാകുമ്പോഴേ ദൈവ തിരുസന്നിധി ശരണം പ്രാപിക്കുന്നവരെ ഇതുപോലെയുള്ള ഓമനിലൊന്നും വിശ്വസിക്കത്തില്ല. മനസ്സിലായില്ല? അതിൻ്റെ റീസണബിളായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അത് മനസ്സിലാക്കുന്നതിന് പകരം വേറെ ചില ദുഷ്ടശക്തികളുടെ സ്വാധീനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണത്. ഇപ്പം നീ അബോർട്ടായി പോയി, ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് അബോർട്ടായിപ്പോയി എന്ന് വിചാരിച്ചോ? ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഉടനെ അത് കേട്ടോണ്ടിരുന്ന അമ്മയോ അല്ലെങ്കിൽ അടുത്തുള്ള ആൻറ്റിമാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അയൽവാസി വീടും കൂടിയും വിറ്റുവിടുന്ന് പോയിട്ടുള്ള അവളില്ലേ, അവൾ പറഞ്ഞിട്ടുണ്ട് നിന്നെയൊക്കെ ഇവിടെ പൊറപ്പിക്കത്തില്ല, വാഴിക്കത്തില്ല, നിൻ്റെയൊക്കെ വീട്ടിൽ കുഞ്ഞിനെ വാഴിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളെന്തോ പരിപാടി ഒപ്പിച്ചിട്ടാണ് ഈ അബോർഷൻ സംഭവിച്ചതെന്ന് പറയും. ഇതാണ് സംഭവം. കണ്ടോക്കെ, ഒരു സംഭവം ഉണ്ടായ സമയത്ത് ദൈവ തിരുസന്നിധിയിലല്ല അവർ ശരണം പ്രാപിച്ചത്. അവരെവിടെയാണ് ശരണം പ്രാപിച്ചത്? ദൈവത്തിന് വിരുദ്ധമായ തിന്മയുടെ ശക്തികളെ ഇതിൽ കക്ഷി ചേർക്കാൻ, അവിടെ വിഷയങ്ങൾക്ക് കക്ഷി ചേർക്കും. ദിസ് ഈസ് അവർ ട്രാവൽ. ഇതാണ് നമ്മുടെ പ്രശ്നം. അതായത് വിശ്വാസി എന്ന് പറയുന്നത് ആരാണ്? ഇപ്പം നീ വിശ്വാസി ആയിരിക്കുകയും അതേ സമയത്തിന് നിനക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങൾക്കും തിന്മയുടെ ശക്തി ഉണ്ടോ എന്ന് സംശയിക്കുകയും ചെയ്യുമ്പോൾ യു ആർ നോട്ട് എ ഫെയ്ത്ത്ഫുൾ. പറഞ്ഞ മനസ്സിലായില്ലേ? നീ വിശ്വാസിയായിരിക്കുകയും നിൻ്റെ ജീവിതത്തിൽ അശ്വനിപാതം പോലെ ഇതുപോലെ ആകസ്മികവും അവിചാരിതവുമായിട്ടുണ്ടാകുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തെക്കാളുപരി വേറെ ശക്തിയെ നീ ചിന്തിച്ച് പോയാൽ നീ ആശ്രയിക്കുന്നത് ആരായിരിക്കും? തിന്മയുടെ ശക്തി. ദൈവവേദനെ നിൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലെ ആകസ്മികം ഉണ്ടാകുന്ന വിഷയത്തിൻ്റെ മേലെ മറ്റൊരു തിന്മയുടെ ശക്തിയെ, ദൈവത്തിൻ്റെ അതീതമായിട്ടുള്ള ഇതരമായിട്ടുള്ള ഒരു ശക്തിയെ ഇവിടെ കക്ഷി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു നിമിഷം മുതൽ യു ആർ നോട്ട് എ ഫെയ്ത്ത്ഫുൾ. നീ വിശ്വാസിയല്ല.
വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? എന്തിനും ഏതിനും, ഏത് തകർച്ചയ്ക്കും രോഗത്തിനും കോവിഡിനും കടൽകയറ്റത്തിനും ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതാണ് 11:6 പറയണത്. ഹെബ്രായ ലേഖനം എന്താണ്? ദൈവതിരുസന്നിധി ഏറ്റു പറഞ്ഞ് ദൈവതിരുസന്നിധിയിൽ ശരണം ഗമിക്കുന്നവരെ ദൈവം ഉണ്ടെന്നും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണെന്നും വിശ്വസിക്കണം. ശ്രുതികട ഹല്ലേലൂയ. ശരണം അർപ്പിച്ച് മുന്നേറുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. 11:6 അതായത് ദൈവതിരുസന്നിധി ശരണം ഗമിക്കുന്നവരെന്നും ശരണം ഗമിക്കാത്തവരെന്നും മനുഷ്യൻ രണ്ടായി തിരിച്ചു. എന്നിട്ട് ശരണം ഗമിക്കാത്തവരുടെ അവസ്ഥ എന്താണ്? അവരെ എന്തിനും ഏതിനും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവവികാസങ്ങൾക്കും അതിൻ്റെ കാരണങ്ങൾ തിന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ദൈവപരിപാലനയുടെ വഴികളിൽ ഇതര കക്ഷികളെ, തിന്മയുടെ ശക്തികളെ കക്ഷി ചേർക്കും. അവരെക്കുറിച്ച് ആ വചനം ഞാൻ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് എനിക്ക് തോന്നി വേറൊരു വചനമുണ്ട്. എന്താണ് കാര്യം? അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനം. അതാണ് എൻ്റെ മനസ്സിൽ അടുത്ത വചനമായിട്ട് വന്നത്. പരിശുദ്ധാത്മ നൽകിയതാണെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. കാര്യം ആ വചനത്തിൻ്റെ തന്നെ ഉപവ്യാഖ്യാനങ്ങളായിട്ട് വരും. ഐസയ 55:6. ഐസയ 55:6 എന്താ വചനം? കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, ഏറ്റു പറഞ്ഞേ, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവേൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവേൻ. അടുത്ത വചനമാണ് പ്രധാനപ്പെട്ടത്. എന്താണെന്നറിയാവോ? ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അതാ സംഭവം. അതായത് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ് പലതും തകർച്ചയുടെ സമയമെന്ന് പറയണത്. പക്ഷേ എന്താ പറ്റും? നീ അധർമ്മിയാണെങ്കിൽ, അതായത് ദൈവത്തെ ശരണം ഗമിക്കുന്നവനല്ലെങ്കിൽ അധർമ്മിയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവനൊരു ചിന്താഗതി ഉണ്ടാകും. ചിന്താഗതി എപ്പോഴും പ്രശ്നമാണ്. പരിശുദ്ധാത്മാവിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെ കളയുന്നത് നമ്മുടെ നരകം പിടിച്ച ചിന്താഗതികളാണ്. നിൻ്റെ ചിന്താഗതി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ കഴിയില്ലെങ്കിൽ നീ രക്ഷപ്പെടത്തില്ല. കാര്യം രക്ഷയും ആ ചിന്താഗതി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ കഴുകിയില്ലെങ്കിൽ അതെന്നും ഇങ്ങനെ ഓരോരോ പ്രവണതകൾ, ചിന്തകൾ കാണിച്ചുകൊണ്ടിരിക്കും. ചിന്താഗതി ഭയങ്കര സീരിയസാണ്. ചിന്താഗതി അധർമ്മിയുടെ ചിന്താഗതി മാറാൻ എന്താ മാർഗം? കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അത് കഴുകണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ എൻ്റെ പിഴച്ച ചിന്താഗതികളെ കഴുകിക്കളയുന്നതിനായി എന്നെ സഹായിക്കണമേ. നമ്മളെ എഫേസ്യസ് 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിയിൽ ഒത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പോൾ ചിന്താഗതി കഴുകണത് എങ്ങനെയാണ്? എഫേസ്യസ് 1:7 അനുസരിച്ചുകൊണ്ടാണ്. എന്താ ചെയ്യേണ്ടത്? ഏറ്റു പറഞ്ഞ അവിടുത്തെ കൃപയുടെ സമൃദ്ധിയിൽ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. പാപമോചനം ചിന്താഗതി വഴിയുള്ള പാപമോചനമായാലും അത് വിചാരം എന്ന് പറയാം അല്ലേ? വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലോ എന്നല്ലേ പറയണത്. അപ്പോൾ ചിന്താഗതികൾ വിചാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ കുമ്പസാരങ്ങളിലൊന്നും ചിന്താഗതി പറയാറില്ല. വിചാരം എന്ന് പറയുമ്പോൾ ഇവർ വികാരം എന്നാണ് കേൾക്കണത്. അതാണ് കുഴപ്പം. എന്നിട്ട് കുറേ ലൈംഗിക വികാരങ്ങളൊക്കെ പറഞ്ഞ് പറയാം. അതൊന്നുമല്ല പ്രശ്നം. അതായത് വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്കിങ്. അതാണ് നോട്ട് ഇമോഷൻ, നോട്ട് ഫീലിംഗ്, ബട്ട് തിങ്കിങ്.
പ്രശ്നങ്ങളല്ല, അതായത് അവരുടെ ഉള്ളിലെ വിചാരം കണ്ടുകൊണ്ട് അവൻ അവരെ കോപത്തോടെ അഭിവീക്ഷിച്ചു. ദൈവകോപം വിളിച്ചു വരുത്തുന്നതാണ് ചിന്താഗതികൾ. ഈ ചിന്താഗതികൾ പലപ്പോഴും ദൈവത്തെ ശരണം ഗമിക്കുന്നവരല്ല എങ്കിലേ അവിടെ ചിന്താഗതികൾ അധർമ്മികളുടെ ചിന്താഗതി ആകുമെന്നാണ് ഈ ഐസയ 55:6 പറയണതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കേട്ട 55:7 വചനങ്ങളും. കാര്യം അധർമ്മിയുടെ ചിന്താഗതി അങ്ങനെയാണ്. അവൻ ദൈവത്തെ കക്ഷി ചേർക്കത്തില്ല, മറിച്ച് അധർമ്മി അവൻ്റെ ഇമോഷൻ അനുസരിച്ചും താല്പര്യമനുസരിച്ചും ചിന്തിച്ച് അങ്ങ് കാടുകയറിപ്പോവും. ഈ ചിന്താഗതികൾ എന്താ സംഭവിക്കണത്? Efesos 1:7 അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവ് ചിന്താഗതിക്ക് രക്ഷ കൈവരണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ചിന്തകളെ കഴുകണം. കാര്യം എല്ലാം തുടങ്ങണത് എവിടെ നിന്നാണ്? ചിന്തയിൽ നിന്നാണ് തുടങ്ങണത്. പിന്നെ അല്ലേ പ്രവൃത്തിയിലേക്ക് വരണത്. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും എന്ന് പറയുമ്പോഴേ ഈ വാക്കും പ്രവൃത്തിയും എവിടെ നിന്ന് വരും? ചിന്തയിൽ നിന്നാണ് വരണത്. ആദ്യം ചിന്തിക്കുന്നു, പിന്നെ സംസാരിക്കുന്നു, പിന്നെ ചെയ്യുന്നു, പിന്നെ പണിമേടിക്കുന്നു. അങ്ങനെയാണ് സംഭവം. ആദ്യം ചിന്തിക്കുന്നു, പിന്നെ സംസാരിക്കുന്നു, പിന്നെ പണിമേടിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തയായിട്ടാണ് ആദ്യം വരണത്. അപ്പം തന്നെ മുളയിലേ നുള്ളണം. മുളയിലെ നുള്ളാൻ എന്താ മാർഗം? മര്യാദക്ക് തലേ കൈവെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തിന് നിരക്കാത്ത ചിന്താഗതികള് ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിരുദ്ധമായി ജഡികവും തിന്മയാൽ പ്രേരിതവുമായ ചിന്താഗതികള് എന്റെ തലച്ചോറിൽ നിന്ന് അങ്ങ് വിശുദ്ധമായ രക്തത്താൽ കഴുകിക്കളയണമേ. വിശുദ്ധമായ രക്തത്താൽ എന്റെ ചിന്താഗതികളെ കഴുകിക്കളയണമേ. യേശുക്രിസ്തുവിന് നിരക്കാത്ത ചിന്തകള്, വാക്കുകള്, പ്രവൃത്തികള് കഴുകിക്കളയണമേ. എന്നാ പറ്റണത്? ദൈവത്തിന് നിരക്കാത്ത ചിന്ത വരുമ്പോൾ എന്നാ പറ്റണത്? അത് ക്രമേണ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹെബ്രായർ 11:6 ദൈവത്തെ ശരണം പ്രാപിക്കുന്ന വ്യക്തികളില്ലേ, അവർക്കെതിരായ വ്യക്തികളാണ് ദൈവത്തെ ശരണം പ്രാപിക്കാത്തവർ. അങ്ങനെ ദൈവത്തെ ശരണം പ്രാപിക്കാത്തവർ പിന്നെ എന്തിനെയാണ് ശരണം പ്രാപിക്കുന്നത്? ചിലപ്പോൾ അവരുടെ ആരോഗ്യത്തെ ശരണം പ്രാപിക്കും. പിന്നെ അവരുടെ പാർട്ടി ഉണ്ടെങ്കിൽ പാർട്ടിയെ ശരണം പ്രാപിക്കും. അവരുടെ കയ്യിൽ നല്ല സമ്പത്തുണ്ടെങ്കിൽ പൊന്നിനെയും പണത്തെയും അവർ ശരണം പ്രാപിക്കും. അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോലിയെ അവർ ശരണം പ്രാപിക്കും. അതാണ് പ്രശ്നം. ഈ വിശ്വാസികളുടെ ഇടയിൽ പോലും ദൈവത്തെ ശരണം പ്രാപിക്കാത്ത വ്യക്തികളുണ്ട്, അവിശ്വാസികളുണ്ട്. നമ്മൾ അവിശ്വാസികളെക്കുറിച്ചല്ല അച്ഛൻ സംസാരിക്കുന്നത്, വിശ്വാസികളിലെ അവിശ്വാസികളല്ല, വിശ്വാസികളിൽ അവിശ്വാസികളുണ്ട്. എന്താ കാര്യം? വിശ്വാസികളും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് റെഡ്യൂസിൻ്റെ 0- ഞാൻ ഇടയ്ക്ക് പറയും, ഒന്നും ഇല്ലാതായി കഴിയുമ്പോൾ മാത്രമേ അവർ ദൈവത്തിൽ വിശ്വസിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? അവർക്കുള്ളതിൽ അങ്ങോട്ട് വിശ്വസിക്കും. പൊന്നാണെങ്കിൽ പൊന്ന്, പണമാണെങ്കിൽ പണം, പാർട്ടിയാണെങ്കിൽ പാർട്ടി, എന്താണ് ഉള്ളത് അതിലങ്ങ് വിശ്വസിക്കും. ഇപ്പം ഫസ്റ്റ് റെഫറൻസ് ദൈവത്തെ ശരണം പ്രാപിക്കുന്നവരെന്നാ പറയണത്. ശരണമാണ് ഇവിടുത്തെ പ്രശ്നം. ട്രസ്റ്റ്. ദോസ് ഹു ആർ നോട്ട് ഇൻ ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തെ ശരണം പ്രാപിക്കാത്ത ആൾക്കാരുണ്ട്. അവർ വിശ്വാസികളായിരിക്കാം, പക്ഷേ ദൈവത്തെ ശരണം പ്രാപിക്കത്തില്ല. അവിശ്വാസം, അതാണ് പ്രശ്നം. ഇത് വളരെ സീരിയസ് ആയിട്ടൊരു പ്രശ്നമാണ്. അതായത് അവർ വിശ്വാസികളാണ്, പക്ഷേ അവിടെ ഫസ്റ്റ് റെസ്പോൺസ് അവർക്കുള്ളതിലാണ്, അഥവാ ഉള്ളവരിലാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കുണ്ട് വീട്ടിൽ പ്രശ്നമുണ്ടായി, നിങ്ങളുടെ വീട്ടിൽ ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ സംശയം ഉണ്ടായി, അല്ലെങ്കിൽ ഭർത്താവിന്
ഹൃദയത്തിന് കരളിന് എന്തെങ്കിലും അസുഖമാണെന്ന് നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ എന്ത് ചെയ്യും ഉടനെ? ചില മനുഷ്യർ പറയും എനിക്ക് ഒരു ഡോക്ടറുണ്ട്, അങ്ങേരൊന്ന് വിളിച്ച് ചോദിക്കാം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആകുമല്ലോ. അതാണ് പ്രശ്നം. പീഡിയോ, ദിസ് ഇസ് ദ കേസ്. നിങ്ങളുടെ ഭർത്താവിന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു? അപ്പോൾ നിങ്ങൾ പറയും എൻ്റെ കൂട്ടുകാരത്തി ഡോക്ടറാണ്, അവർ ഇന്ന മെഡിക്കൽ കോളേജിലാണ്, വിളിച്ച് ചോദിക്കാം. നമ്മുടെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞെങ്കിലും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം എന്ന് പറയും. അതാണ് ഒരു തരം മനുഷ്യർ. ആദ്യത്തെ മനുഷ്യരെന്താണ്? അപ്പം തന്നെ തിരികെത്തിച്ചിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കൈവിരിച്ച് പിടിക്കും. കർത്താവേ, ഹസ്ബൻഡ് ഇതാണ് അസുഖം എന്ന് പറയണത്, അന്തിമ തീരുമാനം നിൻ്റെതാണല്ലോ, നീ എല്ലാത്തിനേക്കാൾ വലുതാണല്ലോ. അതാണ് ദൈവശരണമെന്ന് പറയുന്നത്. ഇതാണ് വിശ്വാസികളിലെ അവിശ്വാസികൾ. വിശ്വാസികളിലെ അവിശ്വാസികളെന്ന് പറയും. നമ്മൾ നോക്കുമ്പോൾ വിശ്വാസികളാണ്, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, വണക്കമാസമൊക്കെ കൂടുന്നുണ്ട്, പ്രാർത്ഥന കൂടുന്നുണ്ട്, ആരാധന കൂടുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വെർ യു സ്റ്റാൻഡ്, എവിടെയാണ് നീ നിൽക്കണത്? ദൈവം എന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വേർ ആർ യു, നീ എവിടെയാണ്? ആദത്തിനോട് തൊട്ട് ചോദിച്ച ചോദ്യമാണ്, വേർ ആർ യു. ഒരു വിഷയത്തിന് മുമ്പിൽ വേർ ആർ യു, എവിടെയാണ് നീ? ദൈവത്തിൻ്റെ അടുത്താണോ അതോ നിൻ്റെ കയ്യിലുള്ള ശേഷിയിലും ശേഷിമുഷിയിലും ആണോ നീ ആശ്രയം വെച്ചിരിക്കണം? നിൻ്റെ സ്വാധീനങ്ങളിലാണോ, നിനക്കുള്ളവരിലാണോ, നിനക്കുള്ളവയിലാണോ? എങ്കിൽ നീ ദൈവത്തെ ശരണം വെക്കുന്ന വ്യക്തി അല്ല. അങ്ങനെയാണെങ്കിൽ ദൈവാനുഭവം നീളാൻ സാധ്യത ഉണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അടുത്ത ക്ഷണം ആദ്യമായി നിന്നെ തന്നെ ശരണപ്പെടുവാൻ, നിന്നെ തന്നെ ആ വിഷയത്തിലെ കക്ഷി ചേർക്കുവാൻ ആവശ്യമായ ആന്തരിക 17. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരെ എടുക്കുന്ന നിലപാട് കൊണ്ട്, മനുഷ്യരെടുക്കുന്ന ചിന്താഗതി കൊണ്ട്, മനുഷ്യർ ചിലപ്പോൾ ഒരു വിഷയത്തിലും മനുഷ്യനെടുക്കുന്ന നിലപാട് കൊണ്ട്, ചിന്താഗതി കൊണ്ട് അവൻ വിദൂരസ്ഥനോ സമീപസ്ഥനോ ആകാം. ഇതൊരു വിഷയമാണ്, ഒരു സ്പിരിച്വൽ ടോപ്പോഗ്രഫിക്കൽ പ്രോബ്ലമാണിത്. കാര്യം ഒരു വിഷയത്തിൽ ഒരു മനുഷ്യനെടുക്കുന്ന നിലപാട് കൊണ്ട് അവൻ ഫസ്റ്റ് റെഫറൻസ് ആർക്ക് കൊടുക്കുന്നു എന്നത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവൻ ദൈവത്തിൻ്റെ അടുത്തോ അകലെയോ ആകാം. നീ ദൈവത്തിൻ്റെ അടുത്തായാലും അകലെയായാലും നിന്നെ ഐക്യപ്പെടുത്തേണ്ടത് ആരാണ്? യേശുക്രിസ്തുവാണ്. അവൻ്റെ കുരിശുമരണമാണ്, അവൻ്റെ ശരീരം കൊണ്ട് തകർത്ത പാപത്തിൻ്റെ മതിലുകളാണ് നമ്മളെ ഐക്യപ്പെടുത്തിയെന്ന് 2:14-15 പറയുന്നുണ്ട് ഹെബ്രായർ എഫെസ്യ ലേഖനം. അതുപോലെ തന്നെയാണ് അവൻ്റെ വിശുദ്ധമായ രക്തം. അവൻ്റെ വിശുദ്ധമായ രക്തത്തെ 2:17 പറയുന്നു എഫെസ്യ ലേഖനം, വിദൂരസ്ഥരായിരുന്ന നിങ്ങളോട് എന്ന് പറഞ്ഞേ, വിദൂരസ്ഥരായ നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും സമീപസ്ഥരായ ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അപ്പോൾ ദൈവത്തിന് അകന്നു പോയവരോടും അടുത്ത് നിൽക്കുന്നവരോടും അവൻ സമാധാനത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. നമ്മൾ ഹൗ വി ടേക്ക് ഇറ്റ്, നമ്മളതെങ്ങനെ സമീപിക്കുന്നു, നമ്മളതെങ്ങനെ സമീപിക്കുന്നു ആ ദൈവത്തിൻ്റെ വചനത്തെ. കാര്യം നമ്മളുടെ ഫസ്റ്റ് റെഫറൻസ് യേശുക്രിസ്തു ആണോ എങ്കിൽ നമ്മൾ വിദൂരസ്ഥരായാലും സമീപസ്ഥമായിക്കൊണ്ടിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളൊരു വിഷയത്തിലെടുക്കുന്ന നിലപാടുകൾ, അതാണ് ദൈവത്തിൽ നിന്ന് അകലെയാണോ അടുത്താണോ നമ്മളെന്ന് പറയുന്നത്. ചില ആൾക്കാർ വിഷയം വരുമ്പോൾ അതിന് മൗലികമായ, അതിന് മെറ്റീരിയലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം എടുക്കും, ബുദ്ധിയിൽ ആശ്രയിക്കും. അതുപോലെ തന്നെ അവിടെ ചിന്താഗതികൾ അനുസരിച്ച് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഫിസിക്കലായിട്ട് ഉടനെ ചെയ്യാം, അതെല്ലാം ചെയ്തതിന് ശേഷം അവസാനത്തെ ഏജൻ്റ് പോലെയാണ് കർത്താവിനെ കക്ഷി ചേർക്കുന്നത്. ദിസ് ഈസ് നോൺസെൻസ്. ഇതാണ് നോൺസെൻസ്. നിങ്ങൾ എന്തുകൊണ്ട് ആത്മാവിൽ വളർന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ആധ്യാത്മിക പുരോഗതി നേടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന നിലപാട് കൊണ്ടാണ്, നിങ്ങളുടെ ചിന്താഗതി കൊണ്ടാണ് ശരിക്കും പറഞ്ഞത്. കാര്യം ആദ്യ റെഫറൻസ് ഇപ്പോഴേ നമ്മളെ പെന്തക്കോസ്ത ആചരിച്ചു, ആഘോഷിച്ചു. എന്തിനാണ് പെന്തക്കോസ്ത ആഘോഷിച്ചത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടിയാണ്, അഥവാ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമുക്ക് എപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. പെന്തക്കോസ്തയുടെ കാലഘട്ടം എന്ന് പറയണത്
പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആത്മാവും മനസ്സും ശരീരവും ഒരുങ്ങുന്ന ഒരു ടൈമാണ്. കാര്യം നമ്മൾ ആത്മാവ് ഒരുങ്ങണം, മനസ്സൊരുങ്ങണം, ശരീരം ഒരുങ്ങണം. ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ തിന്മകളും നിങ്ങൾ മോചിക്കണമേ, ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥകളിൽ നിന്ന് എപ്പോഴും കാരുണ്യപരം കാത്തുകൊള്ളണമേ എന്ന് സൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവജനം, ഞാൻ ആ കുർബാന പുറത്തുനിന്ന് കൂടുകയായിരുന്നു. ദൈവജനം എന്താ പറയണത്? എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന്, അതായത് എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് പറയണത് അങ്ങനെ ആത്മാവിനും ശരീരത്തിലും മനസ്സിലും എന്ന്. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ രാജ്യം എൻ്റെ ആത്മാവിൽ വരണം. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ രാജ്യവും ശക്തിയും മഹത്വവും എൻ്റെ ആത്മാവിനും ശരീരത്തിലും മനസ്സിലും എന്ന് എല്ലായിടത്തും നിറവേറണം, എല്ലായിടത്തും അങ്ങ് മഹത്വപ്പെടണമെന്ന്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുനർവായനയാണ്. നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിൻ്റെ ബലി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ അപ്പോഴപ്പോഴുള്ള ദൈവിക മനസ്സ് നമുക്കിങ്ങനെ തർജ്ജമ ചെയ്തുകൊണ്ട് ഇരിക്കും. അത് രാജ്യവും ശക്തിയും മഹത്വം എന്ന് പറയുമ്പോൾ ആത്മാവിന് ശരീരത്തിലും മനസ്സിലുമാണ് നിറവേറേണ്ടതെന്ന്. അങ്ങനെയാണ് അതായത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു. ദൈവരാജ്യം നിങ്ങൾ തന്നെയാണ്. നമ്മൾ തന്നെ ദൈവരാജ്യം, ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാക്കുന്നതിന് വേണ്ടി ആത്മാവിൽ ശരീരത്തിൽ എപ്പോഴാണോ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവൻ്റെ വചനം നിറവേറാൻ വേണ്ടി നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ എഫേസ്യർ 2:17 അനുസരിച്ചുകൊണ്ട് സമീപസ്ഥമാകും. അത് വിശുദ്ധ രക്തത്താലാണ്, കുരിശ് മരണത്താലാണെന്ന് എഫേസ്യർ 2:14, 15, 16 തിരുവചനങ്ങൾ പറയും. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? എന്തെങ്കിലും വിഷയത്തിൽ ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ദൈവ വൈതലേ, നിന്നെ എന്നെയും കർത്താവിനെ ഘടിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തമാണെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. ശ്രുതികട ഹല്ലേലൂയ. ഇതാണ് സമീപസ്ഥർ എന്ന് പറയുന്നത്. ആരാണ്? കർത്തൃ തിരുസന്നിധി നിൽക്കുന്നവരാണ്. 24 hours എന്ന് വെച്ചാൽ ഏത് വിഷയം വന്നാലും, ഏത് അശനിവാദങ്ങൾ പോലെ അഭിചാരിതമായിട്ട് വന്നാലും ഫസ്റ്റ് റെഫറൻസ് ഗോസ് ടു ഗോ. ദൈവത്തിനാണ് കൊടുക്കുന്നത്. അത് അവരാണ് സമീപസ്ഥർ എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് എന്താണ്? ഐസയ 23:22, ഐസയ 23:22 വചനം ഏറ്റു പറയുക, എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ. അതായത് ചിന്താഗതി മൂലമായാലും ശരി, വിചാരം കൊണ്ടായാലും വാക്കുകൊണ്ടായാലും we must be abide with Jesus. കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം എന്നാണ് പറയണത്. അതാണ് ഏറ്റു പറഞ്ഞ്, എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ ജനത്തോട് അവരെൻ്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്ന്, ദുർവൃത്തികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. ഇതാണ് ദൈവദർശനം നിൽക്കുന്ന വ്യക്തികൾ. അവർ ദുർമാർഗത്തിൽ നിന്ന്, അതുപോലെ തന്നെ കർത്താവിൻ്റെ വാക്കുകളാണ് പിന്തിരിപ്പിക്കുന്നത്. കർത്താവിൻ്റെ വാക്കുകൾ അനപേക്ഷണീയമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദുർമാർഗത്തെ പിന്തിരിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസ്ഥിതി വരുമെന്നാണ് ജെറമ്യായുടെ വെളിപ്പെടുത്തലുകൾ. അതിനോടനുബന്ധിച്ചുള്ള വചനമാണ് 23:23. കർത്താവ് ചോദിക്കുന്നു. എന്താ കർത്താവ് ചോദിക്കുന്നത്? നമ്മൾ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. എന്താ കർത്താവ് ചോദിക്കുന്നത്? സമീപസ്ഥരായിരിക്കുമ്പോൾ, ഏറ്റു പറഞ്ഞേ, സമീപസ്ഥരായിരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നു. സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം. അതായത് നമ്മൾ കർത്താവിന് നമ്മൾ അകന്നു പോകുന്നു തോന്നിയാലും വേറെ ഒരു ദൈവമില്ല, അവൻ മാത്രമാണ് ദൈവം. അതാണ് കർത്താവ് ചോദിക്കണത്. ചില ആൾക്കാർ പറയത്തില്ലേ, ഇപ്പോൾ കർത്താവ് എൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി, എൻ്റെ പാപം കൊണ്ടാണ്, എൻ്റെ പ്രാർത്ഥന ഇല്ലായ്മ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ കർത്താവിൽ ഞാൻ അകന്നു പോയെന്ന് പറയും. അപ്പോൾ അകന്നു പോയെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വീണ്ടും വീണ്ടും കുറയ്ക്കുകയുള്ളൂ. സാധാരണ നമ്മളെക്കൊണ്ട് വീണ്ടും വീണ്ടും ആധ്യാത്മിക കാര്യങ്ങളിലുള്ള ഔത്സുഖ്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടേയിരിക്കും. അതിന് വരെ എന്താ പറയണത്?
23:23 കർത്താവ് ചോദിക്കുന്നു, ഏറ്റു പറഞ്ഞേ, സമീപസ്ഥരായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം. വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ ദൈവം. വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ ദൈവം. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജെറമ്യ 23:23 അടിപൊളി വചനമാണ്. എന്താ കാര്യം എന്നറിയാവോ? പലരും നമ്മൾ ഉൾപ്പെടെ ധരിച്ചിരിക്കുന്നത് നമ്മൾക്ക് പാപം വരുമ്പോൾ, പ്രാർത്ഥന കുറയുമ്പോൾ, നമ്മൾ പല പല വ്യാപരാധികളിൽ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഒരു അവസാദം കാണിക്കും. എന്താണ്? ഡിപ്രസ്ഡ് സിറ്റുവേഷൻസ് ഫോർ പ്രെയർ. പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ ഉൾവലിഞ്ഞു വരും. അപ്പോഴും കർത്താവ് വഹിക്കും, നിങ്ങൾ വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ ദൈവം. വാട്ട് സ്വീറ്റ് വേഡ്! ഇത് മനോഹരമാണ്. മനുഷ്യൻ്റെ അന്തർവിചാരങ്ങൾ വെളിപ്പെടുകയല്ലേ ഇത്. അതായത് ഒരു മനുഷ്യൻ പ്രാർത്ഥന കുറയുമ്പോൾ, ഒരു ഭവനം പ്രാർത്ഥന കുറയുമ്പോൾ, അവരുടെ കുടുംബത്തെ പല പല തകർച്ചകളും രോഗങ്ങളും ഉണ്ടാകുമ്പോൾ, അവർ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് കൂപ്പുകുത്തി വീഴുമ്പോൾ, അവർ വിദൂരത്തിലായിരിക്കുമ്പോൾ, മൈ നോട്ട് ദ ലോഡ്, ഞാൻ തന്നെയല്ലേ ദൈവമെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ദൈവത്തിലെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൻ വിദൂരത്തിലുള്ളവരെ ക്രിസ്തുവിൽ തൻ്റെ സമീപത്തേക്ക് വിളിച്ചു വന്ന് എഫേസ്യൻസ് 2:16-17 വചനങ്ങൾ പറയുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ വിളിക്കുകയാണ്. നമ്മൾ അകന്നു പോകുമ്പോൾ അവൻ ക്രിസ്തു വിളിക്കുന്നെന്ന് പറയുമ്പോൾ അവൻ്റെ വിശുദ്ധ രക്തത്താൽ വിളിക്കുന്നു, അവൻ്റെ കുരിശുമരണത്താൽ വിളിക്കുന്നു, അവൻ്റെ അനന്ത കാരുണ്യത്താൽ വിളിക്കുന്നു. സ്തുതിക്കട്ടെ ദൈവവേദലേ. ിരിക്കുന്നത് സമീപസ്ഥനായ ദൈവത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രസകരമായൊരു സംഭവം നടന്നു. 23-ാം തീയതി പെന്തക്കോസ്റ്റ് ആയിരുന്നു. അപ്പോൾ കേരള സഭയിൽ ഒരു വിഭാഗം ജനത വളരെ കരുതിക്കൂട്ടി പെന്തക്കോസ്റ്റിന് വേണ്ടി ഒരുങ്ങണ ഒരു കാലമാണ്. നമ്മുടെ ഷാരോൺ ടി വി, അതുപോലെ തന്നെ സക്കീര, ഗുഡ്നസ് ടി വി പ്രത്യേകിച്ച്, അതായത് പെന്തക്കോസ് മഹോത്സവത്തിന് വേണ്ടി ജനങ്ങളെ പ്രാർത്ഥിച്ചൊരുക്കുന്ന ധ്യാനങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ യൂട്യൂബിലെ പല യൂട്യൂബ് ചാനലുകളും പെന്തക്കോസ് മഹോത്സവത്തിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുകയാണ്. പക്ഷേ ഒരു ലോക്ക്ഡൗൺ ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇത്രയും ജനം ഒരുങ്ങിയിട്ടില്ല. ഞാനും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വളരെ മൗനമായിട്ട് ജപമാല ചെല്ലുമ്പോഴൊക്കെ ഓൻ്റെ ഈശോയെ നിങ്ങൾ രക്ഷിക്കണമേ എന്ന് പറയുന്ന ഫാത്തിമ പ്രയർ മാറ്റിയിട്ട് ജപമാലയുടെ ഓരോ രഹസ്യങ്ങളിലും കർത്താവേ നിൻ്റെ വിശുദ്ധ രക്തത്താൽ നേടിയെടുത്ത പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിക്കുകയും ഞങ്ങളോടുകൂടി ആയിരിക്കും, നിത്യം നിങ്ങളോട് ആയിരിക്കാം മറ്റൊരാശ്വാസകനായി നൽകുന്ന പരിശുദ്ധാത്മാവിനാൽ ഈ പെന്തക്കോസ്താ ദിവസങ്ങളിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എല്ലാ പ്രവർത്തകരെയും അഭിഷേകം ചെയ്യണമേ. ശുശ്രൂഷയെ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടി എടുത്തുപോയൊരു അഭിഷേകം ചെയ്യണമേ. ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കരുത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. കാര്യം സാധാരണ ജപമാല റാലി, നമ്മുടെ 3 ലക്ഷം പേര് പങ്കെടുക്കുന്ന ജപമാല റാലി ഇല്ലേ, അതുപോലെ ആ സമയത്തൊക്കെ റാലി ഇവിടുന്ന് ആരംഭിക്കുന്ന സമയത്ത് വെളുപ്പിന് മാതാവിൻ്റെ സ്വപ്നമുണ്ടാകും. അപ്പം ഞാനപ്പോൾ തന്നെ ഡയറിയിൽ എഴുതിയിടും. ഈ പ്രാവശ്യം പെന്തക്കോസ്തായുടെ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. രാവിലെ 4:30 തന്നെ എഴുന്നേറ്റ്. അപ്പം 4 മണി തൊട്ട് ഞാനൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കിടക്കുകയാണ്. എന്താ സംഭവിച്ചാൽ മാന്തളിരിൻ്റെ നിറമുള്ള വസ്ത്രം അണിഞ്ഞ് അമ്മ വരികയാണ്. ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ അതെ. അപ്പം ഞാൻ ഏതാണ്ട് ഊട്ടുശാല ഇരിക്കുകയാണ്. കാര്യം എനിക്കറിയാം ഞാനൊരു ഡെസ്കിൻ്റെ ബാക്കിലിരിക്കുകയാണ്. എന്തോ വിളമ്പി തിന്നാൻ വേണ്ടി, തരണത് തിന്നാൻ വേണ്ടി ഇരിക്കുകയാണ്.
അപ്പോൾ 2 കൈയിലും വസ്സിയിൽ എന്തോ വിഭവം. എന്നിട്ട് വേറൊരു വസ്തു കൊണ്ട് മൂടിയിട്ട് 2 കൈയും എടുത്തുകൊണ്ട് നല്ല ആരോഗ്യവും നല്ല ഉയരവൊക്കെ ഉള്ള അമ്മയാണ്. ഒരു 6 അടി 5 ഇഞ്ചുള്ള അമ്മ, നല്ല വെളുത്ത് മാന്തളിരൻ ശരീരം ഇങ്ങനെ ശിരസ് മൂടി ഇങ്ങനെ മാന്തളിരിൻ്റെ നിനക്കറിയാൻ പാടില്ലേ, ഈ കുയിലുകൾ തിന്നണ മാന്തളിരില്ലേ, വളരെ ഒരു സോഫ്റ്റായിട്ടുള്ള തളിരിൻ്റെ ഒരു ഉടുപ്പിട്ട് വരികയും. അപ്പോൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് 2 പാത്രം വെച്ച്. അത്രയേ ഉള്ളൂ, സ്വപ്നം അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെയുള്ള ഒരു കുറേ ഇതുപോലുള്ള സ്വപ്നങ്ങൾ വരും. സീരിയസ് ടൈമിന് എപ്പോഴും അല്ല, വളരെ നിർണായകമായ ദിവസങ്ങളിൽ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ അവിടുന്ന് അപ്പം തന്നെ എഴുന്നേറ്റ് നിത്യാരാധന മുമ്പിൽ വന്ന് 2 ജപമാല തണുക്ക ചെല്ലി. ആ സമയത്ത് ഞാൻ 5 മണിക്കാണ് ജപമാല എല്ലാം വരണത്. അപ്പോൾ ഇതിപ്പോൾ എന്താ 5 മണിയായപ്പോൾ തന്നെ വന്ന് ജപമാല ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ മുറിയിൽ പോയിട്ട് എന്താണ് കർത്താവ് സ്വപ്നം കണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കർത്താവിൻ്റെ വചനം അറിയാൻ പറ്റും. കർത്താവ് വചനത്തിലൂടെ അത് വ്യാഖ്യാനിച്ച് തരും. നമ്മളവിടെ കുത്തിയിരുന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരു കഥയില്ല. സ്വപ്നങ്ങളെല്ലാം കർത്താവ് വചനത്തിലൂടെ വ്യാഖ്യാനിച്ച് തരും. അപ്പോൾ നമ്മൾ 2 ജപമാല നിങ്ങൾക്കിത് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ കാലങ്ങളുണ്ടല്ലോ, കാലങ്ങൾ വിവേചിക്കണം. കാര്യം ദൈവം ഒരിക്കലും വിദൂരസ്ഥനല്ല, ദൈവം സമീപസ്ഥനാണ്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചിന്തിച്ചതും ആരെങ്കിലും ആലോചിച്ചതും അല്ല പറയണത്. വാട്ട് ഐ ഫെൽറ്റ് അത് ഏറ്റവും പുതിയതായിട്ട് ഞാൻ എന്താണ് അനുഭവിച്ചത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കണത്, എത്ര ദൈവമാണ്, ഹൗ ഈസി ടു ടാൻജിബിൾ, അതായത് എന്തുമാത്രം കർത്താവ് വളരെ ലളിതമായിട്ട് സ്പർശ്യമാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അതുകൊണ്ടാണ് ഈ വിദൂരസ്ഥ സമീപസ്ഥരൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും കട്ടിയാണെങ്കിൽ വളരെ സിമ്പിളാണത്. കാര്യം ദൈവം സമീപസ്ഥനാണ്, നമുക്ക് ടാൻജിബിളാണത്, വളരെ തൊടാൻ നമുക്ക്. അപ്പോൾ എനിക്കറിയാം എന്തോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്തോ ഈ ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് നേരത്തെ കൂട്ടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം നടന്നത്. ഞാൻ അപ്പോൾ തന്നെ കർത്താവിനോട് സംബന്ധിച്ച്, കർത്താവേ വാട്ട് ഇസ് ഹാപ്പൻഡ്, എന്താണ് അമ്മ വന്നത്, എന്താണ് ആ പാത്രത്തിൽ, എന്താണ് തൻ്റെ പാത്രവും നിറച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്, മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്, എന്താണ് ആ പ്ലേറ്റിൽ എന്താ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2 ജപമാല ചൊല്ലി വിശ്വാസപ്രമാണം ചെയ്തിട്ട് പെട്ടെന്ന് വചനം അങ്ങനെ ഓപ്പൺ ചെയ്ത്, അങ്ങനെ സാധാരണ ചെയ്യണത്. വചനം ഓപ്പൺ ചെയ്തപ്പോഴേ കിട്ടിയ വചനം സക്കറിയ 10:6 എന്നുവെച്ചാൽ യൂദാ ഭവനത്തെ ഞാൻ ബലപ്പെടുത്തും. യൂദാ ഭവനം ഇസ്രായേലാണ്, സഭയുടെ പ്രതീകമാണ്, തിരുസഭയുടെ കാര്യം പറയണത്. തിരുസഭ ഇപ്പോൾ ബലക്ഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാര്യം ഈ ഗേ സെക്സിൻ്റെ മാരേജ് നടന്നിട്ട് ഇന്ന് വരെ വത്തിക്കാൻ ഒരു സംഭവം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വെരി സ്ലോയാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ വിഷയത്തിൽ. വൈ വാറ്റിക്കാൻ ഈസ് സോ സ്ലോ, വൈ റോം ഈസ് സോ സ്ലോ. ഇങ്ങനെയുള്ള ഭയങ്കരമായ മാരക പാപങ്ങൾ ലോകത്തിൽ കോവിഡിനേക്കാൾ കോവിഡ് ശരീരത്തിനെ കൊല്ലത്തുള്ളൂ, പക്ഷേ ഇത് ആത്മാവിനെ നേരിട്ട് കൊല്ലുകയാണ്. അപ്പം നേരിട്ട് കൊല്ലുന്ന മാരകമായൊരു പാപം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് സഭ സോ സ്ലോ? അപ്പോൾ സഭ ബലക്ഷയമാകുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പം ഞാനത് ഈശോയുടെ പ്രൈവറ്റായിട്ടും അല്ലാതെയൊക്കെ എൻ്റെ രോക്ഷങ്ങൾ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. വൈ ചർച്ച് ഇസ് സോ സൈലൻറ്റ് അബൌട്ട് ഇറ്റ്. അപ്പം അത് വീണ്ടും ഗേ ഉണ്ടാകാൻ വേണ്ടിയും, കാര്യം നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറയുമ്പോൾ സന്താനം ഉണ്ടാകാത്ത ഒരു ആശീർവാദം കൊടുക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് സെൻസ് ബൈ നോ മീൻസ്. ദൈവം എന്തിനാണ് മനുഷ്യനെ ആശ്രയിച്ചത്, അനുഗ്രഹിച്ചത്? എന്തിനാണ് വിവാഹമെന്ന കൂതാശ സ്ഥാപിച്ചത്? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയെ കീഴടക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ലോകത്തിൽ ദൈവത്തിൻ്റെ രാജ്യം നിറക്കാൻ, ദൈവരാജ്യം ലോകത്തിൽ പുലരാൻ വേണ്ടിയാണ്. അപ്പോൾ സന്താന പുഷ്ടി ഉണ്ടാകാത്ത ഒരു മൃഗീയമായ കൂട്ടായ്മയ്ക്ക് നമ്മൾ ആശീർവാദം കൊടുക്കാൻ ബാധ്യസ്ഥരാണോ? നമ്മുടെ ഒരു മലത്തിനാണ് ആശീർവാദം കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു തേങ്ങൽ എന്തായിരിക്കും? വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്തായിരിക്കും? അപ്പോൾ ഇങ്ങനെയെല്ലാം കൊണ്ട് വിശ്വാസികൾ, സഭയെന്ന് പറയണത് ഒരു സംവിധാനമോ അഡ്മിനിസ്ട്രേഷനോ ഒന്നും അല്ലല്ലോ. സഭ ദൈവജനമാണ്. ഞാൻ സഭയെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവജനത്തെയാണ്. ദൈവജനമാണ് സഭ. സഭയെ നയിക്കുന്നവരുണ്ടാകാം,
പക്ഷേ സഭ ബേസിക്കായിട്ട് എന്താണ്? ദൈവജനമാണ്. ദൈവജനത്തിന് ഉതപ്പ് വന്നിരിക്കുന്നു. ദൈവജനത്തിൻ്റെ വിശ്വാസത്തിൽ ശരിക്കും ഒരു വലിയ സങ്കടങ്ങൾ വന്നിരിക്കുന്നു. അവർക്ക് സത്യം ഏതാണ്, മിഥ്യ ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ, പാപമേതാണ്, പുണ്യമേതാണെന്ന് അറിയാൻ പാടില്ലാതെ ഒരു മനക്കലക്കം ഉണ്ടായിരിക്കുന്നു. സാത്താൻ ആദ്യം ചെയ്യണത് എന്താണ്? വിശ്വാസിയുടെ മനസ്സിനെ കലക്കിക്കളയും. എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അങ്ങനെ നിൽക്കുന്ന ഒരു ബലക്ഷയം പിടിച്ച ഒരു ദൈവജനം, സഭയെക്കുറിച്ച് എനിക്ക് എപ്പോഴും വേദനയുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിരിക്കണത് എന്താണ്? ഞാൻ യൂദയ ഭവനത്തെ ബലപ്പെടുത്തും എന്നാ. അപ്പോൾ സഭയെ കർത്താവ് ബലപ്പെടുത്തും. തിന്മയുടെ ശക്തികൾ പ്രബലപ്പെട്ടാലും കർത്താവ് ആദ്യമേ തിന്മയുടെ ശക്തികൾ പ്രബലപ്പെടുന്നതിനെക്കുറിച്ച് ഹി വാസ് സോ കോൺഷ്യസ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നരകത്തിൻ്റെ താക്കോൽ സ്വർഗരാജ്യ താക്കോൽ ഞാൻ നിനക്ക് തരും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അപ്പോൾ നരക കവാടങ്ങൾ ഇപ്പോൾ പ്രബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്. സഭയെ, യൂദയ ഭവനത്തെ അവൻ ബലപ്പെടുത്തുമെന്ന്. കർത്താവായ ദൈവം അവൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥതയാലെ യൂദയ ഭവനത്തെ ബലപ്പെടുത്തുമെങ്കിൽ അതാണ് രണ്ട് പ്ലേറ്റ് നിറച്ച് വിഭവമായിട്ട് വരുന്നതിനാണ്, ആത്മീയ ഭക്ഷണവുമായിട്ട് വരുന്നതിനാണ്, സഭയുടെ ശരീരത്തെ ബലപ്പെടുത്താനാണ്. സഭയുടെ ശരീരത്തെ ബലപ്പെടുത്തുന്ന, ദൈവജനത്തെ ബലപ്പെടുത്തുന്ന, യഥാർത്ഥത്തിലുള്ള ദൈവിക എല്ലാ ആത്മീയ അധികാരികളെയും ബലപ്പെടുത്തുന്ന ഒരു ഭക്ഷണം, സ്വർഗീയ ഭക്ഷണം പരിശുദ്ധ അമ്മയുടെ കൈകൾ കൊണ്ട് സഭയ്ക്ക് ലഭിക്കും. അജ്ഞാത ശക്തികള് പരിശുദ്ധ അമ്മയുടെ കാൽ കീഴിലാക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനാ യോഗ്യതകളാൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോയെ ഈ വിഷയങ്ങളിലെല്ലാം നിന്റെ വലിയ തീരുമാനം ഉണ്ടാകുവാൻ ഞങ്ങൾ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ വചനം എന്താണ്? സഖറിയ 10:6 രണ്ടാമത്തെ വരി എന്താണ്? ജോസഫിൻ്റെ ഭവനത്തിനെ ഞാൻ രക്ഷിക്കുമെന്ന്. ജോസഫിൻ്റെ ഭവനം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, കർത്താവ് എനിക്ക് തന്ന മിഷനാണിത്. ഇതിൻ്റെ ആദ്യം അവസാനം മുതലും കർത്താവ് വെളിപ്പെടുത്തിയതും വളർത്തിയതും അമ്മ മാതാവ് അവസാനം പ്രത്യക്ഷപ്പെട്ടതും എല്ലാം ഈ ഒരു വ്യക്തിയിലൂടെയാണ്. ഞാൻ ചിലപ്പോൾ ഒരു കൊതുകിനേക്കാൾ കുറഞ്ഞൊരു വ്യക്തിയാകാം, പക്ഷേ ദൈവം എന്നെ ഉപയോഗിച്ചു എന്ന കാര്യം ദൈവത്തിന്, മനുഷ്യൻ വിസ്മരിച്ചാലും ദൈവത്തിന് അത് വിസ്മരിക്കാൻ പറ്റത്തില്ല. ജോസഫിൻ്റെ ഭവനത്തെ ഞാൻ രക്ഷിക്കുമെന്നാണ്. രക്ഷ കർത്താവിൽ നിന്നാണ്. കർത്താവിൻ്റെ കൃപയുടെ അഭിഷേകം കൃപാസനത്തിനും അതിൻ്റെ ശുശ്രൂഷകളിലൂടെയും ഞാൻ പിരിഞ്ഞു പോയവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരും. അടയാളങ്ങൾ ഞാൻ കാണിക്കും, അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടുമെന്നാണ് പിന്നീട് വചനങ്ങളെല്ലാം. അടയാളങ്ങൾ കാണിക്കും, അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടുമെന്നാണ്. അതാണ് അടുത്ത പ്ലേറ്റിലെ ഭക്ഷണം. ഞാൻ എന്താ ഇത് പറഞ്ഞതെന്നറിയാവോ? നമ്മളാരും വിചാരിക്കണ പോലെ ദൈവം വിദൂരസ്ഥനല്ല, ദൈവം സമീപസ്ഥനാണ്. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയണത്. തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ദൈവത്തെ എല്ലാത്തിനും, എന്തിനും ഏതിനും ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ മതി, ദൈവത്തെ ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ മതി. ദൈവത്തെ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് സമീപസ്ഥനായി വരും. എല്ലാ കാര്യത്തിനും ദൈവം തീർപ്പ് നൽകും. ദൈവം എല്ലാ വിഷയത്തിനെക്കുറിച്ചും, ഇപ്പോൾ ഈ ഗേ സെക്സിനെക്കുറിച്ചൊക്കെ കർത്താവിന് വ്യക്തമായ കാരണങ്ങളുണ്ട്, കർത്താവിന് വ്യക്തമായ ധാരണയുണ്ട്. അതുപോലെ സഭയ്ക്കുണ്ടായിട്ട് ഈടറവിനെക്കുറിച്ച് അമ്മ മാതാവിന് ഉത്കണ്ഠയുണ്ട്. അതുകൊണ്ടാണ് യൂദാ ഭവനത്തെ ഞാൻ ബലപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ബലപ്പെടുത്തുമെന്ന് ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും വിഷയത്തിൽ സഭയുടെ ബലം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അമ്മയാണ് അതിൻ്റെ ചാർജ്. അമ്മയത് ബലപ്പെടുത്തും. പിതാവിൻ്റെ കൈകളിൽ നിന്നുള്ള അപ്പവുമായി, ഭക്ഷണവുമായി അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സ്വപ്നത്തിൽ. എൻ്റെ മക്കളെ, ഇത് ഉടമ്പടി എടുത്തൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിത വിഷയങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്, ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്, ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ
ദൈവം നിന്നെയും സഭയെ ബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ആരാധന ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗികളായവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗികളായവരെ, രോഗാതുരമായ ഇടങ്ങളിലെ കർത്താവ് ആരാധന തുടങ്ങിയപ്പോൾ തന്നെ കാണിച്ചായിരുന്നു. ഉള്ളിലെ പഴുത്തവരെ കാണിച്ചു, വയറിൻ്റെ ഉള്ളിൽ കുടലുകൾ പഴുത്തിരിക്കുന്നവരെ കാണിച്ചായിരുന്നു, അസ്ഥി ദ്രവിക്കുന്നവരെ കാണിച്ചു. അപ്പോൾ ഇനിയും കുറേ അധികം സൗഖ്യങ്ങൾ നടക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വാസത്തോടെ രോഗമുള്ള ഇടത്തെല്ലാം കൈകൾ വെക്കുക. സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ള പിൻകഴുത്തിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികളും ടോൺസിലൈറ്റ് രോഗികളും തൊണ്ടയിൽ കൈവെക്കുക. മക്കളില്ലാത്തവർ ഉദര അടിവയറ്റിൽ കൈവെക്കുക. കരൾ രോഗികൾ കരളിൻ്റെ അവിടെ കൈവെക്കുക. ഹൃദയരോഗികൾ ഹൃദയത്തിൽ കൈവെക്കുക. കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. കർത്താവിൻ്റെ ശക്തി അടിപ്പണർ പോലെ വൈദാഖലം പോലെ നിന്നിലേക്ക് കടന്നു വരുന്ന സമയമാണ്. മുടി കൊഴിയുന്നവരുണ്ട്. ഇന്നലെ ഒരു സഹോദരി മൊബൈലിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. സോറിയാസിസ് വന്നിട്ട് അവിടെ കൈകളെല്ലാം തിണർത്ത് തൊലി ഇങ്ങനെ പൊളിഞ്ഞ് വൃണമായിരിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ അവരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്താം. കർത്താവ് വിശുദ്ധമായ രക്തമാണ് സോറിയാസിസിലേക്ക് പെയ്തിറങ്ങാം. അതുപോലെ ത്വക്ക് രോഗികളെ കർത്താവിന് വിശുദ്ധമായ രക്തം പെയ്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരാധനയെ കർത്താവ് ജ്വലിച്ചുകൊണ്ട് അമ്മ തീക്ഷ്ണമായി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ശാപരോഗികൾ, രക്തസ്രാവമുള്ളവർ, മൂത്രമറിയാതെ പോകുന്നവർ, കിഡ്നി രോഗികൾ എല്ലാവരും അതാ സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. വായിൽ കേടുള്ളവർ, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരും, കോവിഡ് രോഗികളായിപ്പോയവർ, ശ്വാസകോശങ്ങൾ തിങ്ങിപ്പോയവർ, ഓക്സിജൻ കിട്ടാത്തവർ, ഓക്സിജൻ കുറയുന്നവരെല്ലാം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ അടിപ്പടതാർന്ന വലതുകരം ഓരോ രോഗികൾ എവിടെയെല്ലാം കൈവെക്കുന്നുണ്ട് അവിടെയെല്ലാം അടിപ്പടതാർന്ന വലതുകരത്താൽ സ്പർശിക്കണമേ. അടിപ്പടർ പോലെ വൈദാഖാലം പോലെ ദൈവികമായ ശക്തിയാൽ ഈ നിമിഷം അവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ഉള്ളംകാലം മുതൽ ഉച്ചവരെ കുതിരട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാർഗ രോഗികൾ, സ്ഥിരവേദികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഐസയ 55:6 ആ വചനം അനുസ്മരിച്ചുകൊണ്ട് കർത്താവ് ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യം ജ്വലിച്ചു നിൽക്കുന്ന ഈ നിമിഷങ്ങളിലെ നിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ വിഷയങ്ങൾ കർത്താവ് സമാധാനം ഉണ്ടാക്കാൻ പോകുന്നു. ജോലിയായാലും, വീടായാലും, വിവാഹമായാലും, ഡൈവേഴ്സ് ആയാലും, വീടില്ലാത്ത അവസ്ഥയായാലും, വാടക താമസിക്കുന്ന അവസ്ഥയായാലും, ദിവസങ്ങളോളം ജോലിയില്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി വരാൻ പോകുന്ന വേദനയായാലും, മക്കളെ എങ്ങനെ പഠിപ്പിക്കണം, എവിടെ അഡ്മിഷൻ കിട്ടണമെന്ന് ഓർത്ത് വിഷമിക്കുന്ന മക്കളെല്ലാം ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്.
ജീവനോട് പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട അൾത്താറ ഇന്ന് ദിവ്യകാരുണ്യം ജ്വലിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിലെ ദൈവപൈതലെ നിന്നോട് കാരുണ്യം കാണിക്കാൻ പോകുന്നു, നിൻ്റെ കുടുംബത്തോട് കാരുണ്യം കാണിക്കാൻ പോകുന്നു. നീ സന്തോഷമായിട്ട് പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക, സന്തോഷമായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ വിശ്വാസത്താൽ സന്തോഷവും വേദന കൊണ്ട് പ്രാർത്ഥനയാക്കി മാറ്റുക. കർത്താവെ, അനേകം മക്കളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെ, മാനത്തോടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെ, എങ്ങനെ ജീവിക്കണം ആരും സഹായിക്കാനില്ലാത്തൊരു കർത്താവ്, ശത്രുതകളുള്ളവർ കർത്താവെ, പലതരത്തിലുള്ള വിരട്ടലുകളാ കർത്താവെ, വേദനിക്കുന്നൊരു കർത്താവെ, ആരും കർത്താവെ നിസ്സഹായമായി നിൽക്കുന്ന മക്കൾ കർത്താവെ, അങ്ങനെ തിരിച്ചറി കണ്ണിനെ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തൊരു, വേലയില്ലാത്തൊരു, കൂലിയില്ലാത്തൊരു, വീടില്ലാത്തൊരു, വഴിയില്ലാത്തൊരു കർത്താവെ, അങ്ങനെ തിരിച്ചറി പ്രാർത്ഥിച്ചൊരു കർത്താവെ, നിയമപരമായ തടസ്സമുള്ളവരെ കർത്താവ് പലപ്പോഴും പാസ്പോർട്ടിന് മിസ്സായിരിക്കും കർത്താവെ, യോഗ്യതാ പരീക്ഷകൾ കർത്താവെ തോറ്റുപോകുന്ന കർത്താവെ, അങ്ങനെ തിരിച്ചറി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പലതരത്തിലുള്ള യോഗ്യതാ പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ളവർ കർത്താവ്, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, തോറ്റുപോയവരെല്ലാം കർത്താവ് കണ്ണുനീരോടെ ആരാധനയെ പങ്കെടുക്കുന്ന കർത്താവ്, അവരെല്ലാം നീ ആശീർവദിക്കുന്ന കർത്താവ്. നീ നടക്കേണ്ട വഴികൾ നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്നു പറഞ്ഞ അതേ ഉപദേശം പരിശുദ്ധാത്മാവിന് ദിവ്യകാരുണ്യമേ ഇപ്പോൾ മക്കൾക്ക് അവർ നടക്കേണ്ട വഴികൾ ഇപ്പോൾ കാണിച്ചു കൊടുക്കണമേ, പ്രചോദനം നൽകണമേ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരകമായ തടസ്സങ്ങൾ, ദോഷങ്ങൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. മരിയ ദിനങ്ങളിലൂടെ നമ്മൾ അനുഗ്രഹ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ ദിവസവും 4:45 പരിശുദ്ധ ജപമാല, അതിനുശേഷം മതാവിന് വണക്കം വായന. അതോടനുബന്ധിച്ചുകൊണ്ട് ആലപ്പുഴ രൂപത അധ്യക്ഷ അഭിനന്ദ ജെയിംസ് സാനാവർ പിതാവിൻ്റെ തീരുമാനപ്രകാരം നമ്മൾ മരിയം പ്രബോധന പരമ്പര ആരാധനയും കുർബാനയും മരിയം പ്രബോധനവുമായിട്ട് എല്ലാ ദിവസവും വണക്കമാസ പ്രാർത്ഥനയോടനുബന്ധിച്ചുകൊണ്ട് നടന്നു വരികയാണ്. മറക്കാതെ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ശുശ്രൂഷ ഷെയർ ചെയ്യാത്തവർ ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ് ചൊല്ലിയിട്ട് ഷെയർ ചെയ്യാവൂ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷ കർത്താവിനെ അറിയാത്തവരെ അറിയുന്നതിന് വേണ്ടി, അറിഞ്ഞവരെ ആഴപ്പെടാൻ വേണ്ടി ഞാനിത് ഷെയർ ചെയ്യുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവ് ചൊല്ലുക. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കൃപാസന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. മാതാവിൻ്റെ ചാനലിലൂടെ മാതാവാണ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നതെന്ന് അനേകം മക്കളുടെ സാക്ഷ്യമുണ്ട്. അത് നിങ്ങൾക്ക് അവകാശം ഓഹരിയാക്കാൻ വേണ്ടി നന്മ നിറഞ്ഞവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്മ നിറഞ്ഞ പറയുക. സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സമാപന ആശീർവാദം സ്വീകരിക്കാം.
കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയത്തിൻ്റെ മേൽ മധ്യസ്ഥതാധീനമുള്ള പരിശുദ്ധമ്മതയും മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത വിഷയങ്ങളിലേക്ക് ഈശോയെ കടന്നു വരുവാൻ ദിവ്യകാരുണ്യനാഥനോട് നീ മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ